25 കോടി എണ്ണി വാങ്ങിച്ചില്ലേടി നീ? എന്തായിരുന്നു നിനക്കതിന് അർഹത? നിന്നെ വരുൺ സ്നേഹിച്ചിട്ടുണ്ടോ? നിന്റെ കഴുത്തി വരുൺ താലി കെട്ടിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു നിമിഷം വരുൺ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടാടി അവര്? നിന്റെ മോളും മരുമോനും? അവരിവിടെ അഭയം നേടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു, അതാ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു, അങ്ങനെയല്ലേ ഇറങ്ങിയത്? ഓ, അതോടെ നിനക്കും ഭർത്താവിനും അത് സൗകര്യമായി. എന്നാലേ ആ സൗകര്യം വേണ്ടാന്ന് പറയാനാ ഞങ്ങൾ വന്നത്. വേഗം 2 എണ്ണത്തിനെ ഇവിടുന്ന് ഇറക്കി വിട്ടു. സ്വന്തം കുടുംബത്തൊന്ന് ഇറക്കി വിട്ടവർ ഇവിടെ വന്ന് വിരുന്നുണ്ണേണ്ട ഒരു കാര്യമില്ല. അമ്മേ, അവര് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഉണ്ടാക്കി. എന്റെ ജീവിതത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയവളാ അച്ഛന്റെ അമ്മയുടെയും ദത്തുപുത്രി. കണിമംഗലത്ത് നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അവര് തെരുവ് തണ്ടെന്ന് കാണാനാ ഞങ്ങൾക്ക് താല്പര്യം. അമ്മേ വേണ്ട, മാറി നിൽക്കണേ അങ്ങോട്ട്. ഈ വീട് എനിക്കും കൂടി അവകാശപ്പെട്ടതാ. ഇവിടെ എന്ത് നടക്കണമെന്ന് ഞാനും കൂടിയാ തീരുമാനിക്കുന്നത്. അമ്മേ എന്താമ്മേ? രാധികയ്ക്കും അവളുടെ ഭർത്താവിനും ഇവിടെ താമസിക്കാൻ പറ്റില്ല. അവരിവിടെ താമസിക്കണം തീരുമാനിച്ചത് ഞാനാ. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരിവിടെ തന്നെ ഉണ്ടാവും. മോളുടെ ഗുണം കൊണ്ട കണിമംഗലം മുടിഞ്ഞതും 2 പേർക്കും അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നതും. എന്നിട്ടും പഠിച്ചില്ല അല്ലേ? മക്കളെ കുറിച്ച് അച്ഛൻ ഒരുപാട് പഠിച്ചു. കണിമംഗലത്തുണ്ടായ സംഭവങ്ങളിൽ നിനക്കൊരു പങ്കുമില്ല അല്ലേ? ഇത്രയും കാലം നിനക്ക് വേണ്ടി ഒത്താശ ചെയ്തവരാ ആ കുടുംബത്തിന് പിന്നിൽ നിന്ന് കുത്തിയത്. അവരുടെ നാശത്തിന് തുടക്കമിട്ടത് നീയാ. ഒന്നും മറന്ന് സംസാരിക്കല്ലേ മോളെ. ദേവ, എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അവനെ ഇങ്ങോട്ടൊന്ന് ഇറക്കി നിർത്ത്. അന്തസ്സുള്ളവനാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയട്ടെ. അമ്മ അവരെ കാണില്ല, അവരെ ഞാൻ ഇറക്കി വിടുകയില്ല. യശോദേ, അകത്തേക്ക് കയറുക. ഈ വീടുമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവരാ നിങ്ങൾ രണ്ടുപേരും. അവകാശം സ്ഥാപിക്കാനോ പിടിച്ചെടുക്കാനോ ഒക്കെ ഉദ്ദേശമെങ്കിൽ രണ്ടുപേർക്കും കോടതി പോവാം. അതൊക്കെ ഇപ്പൊ രണ്ടുപേർക്കും നല്ല പരിചയമാണല്ലോ. ഇപ്പൊ ഇവിടുന്ന് രണ്ടുപേരും ഇറങ്ങിയേ പറ്റൂ. ഇറങ്ങാനോ? സുകുമാരി ഇവിടുന്ന് ഇറങ്ങുന്നത് നിങ്ങൾ കണ്ടത് തന്നെ. എന്റെ മോളെ ചതിച്ച അവനെ ഇവിടുന്ന് ഇറക്കാതെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങില്ലടാ. ഒരു കാര്യം ചെയ്യേ, അമ്മയും മോളും കൂടി ഉമ്മറത്തിരുന്ന് മുദ്രാവാക്യം വിളിക്കും. അതും ചെയ്തിട്ടുണ്ടല്ലോ നാണമില്ലാതെ. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. വാ. മാറങ്ങോട്ട്. തുറക്കടി. കേക്കൂ, തുറക്കടാ. നീ വാതില് തുറക്കല്ലേ? എന്നാ ഞങ്ങള് കാണിച്ചു തരാം. വടി വാ. ആഹാ, എന്നോടാ കളി. എന്താ ചെയ്യാ?
എങ്ങോട്ടാടി? എങ്ങോട്ടാ രണ്ടുപേരും കൂടി? നീ എന്താടി ഞങ്ങളെ കൊല്ലോ? കൊല്ലും. അതിനെനിക്ക് ഒരു മടിയുമില്ല. ഇത്രയും കാലം എന്റെ പുറകെ നടന്ന് ദ്രോഹിച്ചതല്ലേ രണ്ടും കൂടി? എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് തീരുമാനിച്ചതല്ലേ? ഇപ്പൊ ഞാൻ കണിമംഗലത്തിൽ നിന്ന് ഇറങ്ങിയതിന്റെ പിന്നിൽ പോലും നിങ്ങളും നിങ്ങളെ സഹായിച്ചവരുമല്ലേ? ഇനി തല താഴ്ത്തി നടക്കാൻ മനസ്സില്ല രാധികയ്ക്ക്. എനിക്കും എന്റെ ഭർത്താവിനും ജീവിക്കണം. ഇവിടെ എന്റെ അച്ഛനും അമ്മയും അനുവദിച്ച ഈ വീട്ടിൽ താമസിക്കണം. അത് ചോദ്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ടൊരു കാലെടുത്ത് വെച്ച കഴുത്ത് ഞാൻ കണ്ടിച്ചോളയും. 25 കോടി 25 കോടി എണ്ണി വാങ്ങിച്ചില്ലേടി നീ? എന്തായിരുന്നു നിനക്കതിന് അർഹത? നിന്നെ വരുൺ സ്നേഹിച്ചിട്ടുണ്ടോ? നിന്റെ കഴുത്തി വരുൺ താലി കെട്ടിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു നിമിഷം വരുൺ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? പോലീസിനെ ബോധ്യപ്പെടുത്താൻ പറ്റും, കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റും. പക്ഷെ ഉള്ളിൽ തട്ടി പറയാമോ നിനക്ക് അർഹതയുള്ളതാ നീ കൈ നീട്ടി വാങ്ങിച്ചെന്ന്?